പാപം തകർത്ത നമ്മുടെ പ്രതിച്ഛായയെ വീണ്ടെടുക്കാനുള്ള അനുഗ്രഹ കാലഘട്ടമാണ് തപസ് കാലം. ഒരു മനുഷ്യൻ വീണുപോയാൽ അപരൻ അവനെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ബൈബിളിലെ ആദ്യ അധ്യായത്തിലെ ദൈവത്തിൻ്റെ ആർദ്രമായ ഒരു അനുഭവമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം. പതനത്തിന് ശേഷം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ആദത്തെയും അവൻ്റെ ഭാര്യയെയും തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി അണിയിച്ചുവെന്ന്. ആദം ദൈവത്തിൻ്റെ കരവേലയായിരുന്നു. ദൈവത്തിൻ്റെ പേര് വിളിച്ച് അവൻ്റെ ശ്വാസം നിശ്വസിച്ച് അവനോടൊത്ത് സഞ്ചരിച്ചവൻ. എന്നാൽ ഒറ്റ നിമിഷത്തെ അഹങ്കാരവും അനുസരണക്കേടും അവനെ തകർച്ചയിലേക്ക് വീഴിച്ചു. നമ്മുടെ വ്യക്തിജീവിതത്തിലും ആദം നൽകുന്ന പാഠം മനോഹരമാണ്. നീ വീണുപോയാലും നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ ദൈവത്തിൻ്റെ അനുഭവമുണ്ട്. പതനമുണ്ടായപ്പോൾ അവൻ ഒളിച്ചിരുന്നു. എന്നാൽ ദൈവം തൻ്റെ മുന്നിലേക്ക് അവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വീഴ്ച നമ്മളെ തകർച്ചയിലേക്കും മറയിലേക്കും മാറ്റി നിർത്താൻ ഇടവരുത്തും. എന്നാൽ മറയില്ലാതെ, പ്രതിരോധമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലകൊണ്ടാലോ അവൻ നമ്മെ ഉടയാട അണിയിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കും. നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ സമയമാണിത്. ആദ്യം നൽകുന്ന പാഠം മറ്റൊന്നുമല്ല. ജീവിതത്തിൻ്റെ തകർച്ചയിലും പതനത്തിലും നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവമുണ്ട്. ഒരു നേരത്തെ അഹങ്കാരം, ഒരു നേരത്തെ അമിത ആത്മവിശ്വാസം, ഒരു നേരത്തെ അനുസരണക്കേട് നമുക്ക് നൽകുന്ന അനുഭവങ്ങളും നമുക്ക് തരുന്ന ആസക്തികളും നിസാരങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരാനുള്ള നിമിഷങ്ങളാണ് ഇത്. ആദത്തിൻ്റെ പാഠം നമുക്ക് മറന്നു പോകാതിരിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ പ്രതിരോധമില്ലാതെ നിലകൊള്ളുക. ഏത് തകർച്ചയിലും അവിടുന്ന് നിന്നെ പിടിച്ചുയർത്തും. സങ്കീർത്തന പുസ്തകം 115:12. കർത്താവ് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം.